ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ചിന്തകളിൽ ഈ ഒരു സമയത്ത് നിങ്ങളുണ്ടോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ മനസ്സെന്താണ്, ആ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ ഈ ഒരു സമയത്ത് നിങ്ങളുണ്ടോ, എന്താണ് ആ ഒരു വ്യക്തിയുടെ മനസ്സ്. എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ, അതായത് ഈ ഒരു സമയം നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെയധികം വേദനയോട് കൂടിയാണ് നിങ്ങൾ തമ്മിൽ ഇവിടെ പിരിഞ്ഞതായിട്ട് കാണിക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ പറഞ്ഞ് എന്തോ ഒരു ചില തർക്കങ്ങൾ ഉണ്ടായി പിരിഞ്ഞ ഒരവസ്ഥ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബന്ധത്തിൽ നിന്നും ഈ ഒരു വ്യക്തി പോയത് വളരെയധികം വേദനയോട് കൂടിയാണെന്നാണ് ഈ ഒരു എയ്റ്റ് ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും വാക്കുകൾ ഈ ഒരു വ്യക്തി വളരെയധികം വിഷമിപ്പിച്ചിരിക്കാം. ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് ഈ ഒരു വ്യക്തി പതുക്കെ നിങ്ങളിൽ നിന്നും അകന്നു പോയ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ചിന്തകളിൽ ഈ ഒരു സമയത്ത് നിങ്ങളുണ്ടോ എന്നുള്ളത്. നയൻ ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി, അതായത് അവർ ഹാപ്പി ആണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് വളരെയധികം വേദനയോട് കൂടി ഈ ഒരു ബന്ധത്തിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഒത്തിരി നാളെ ഇവർ വേദനിച്ച് നടന്നു. അതിനുശേഷം ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ചിന്തകളിൽ ഈ ഒരു സമയത്ത് നിങ്ങളുണ്ടോ എന്നുള്ളത്. നമുക്കിവിടെ മൂണാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും ഇവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്തോ ഒരു തെറ്റിദ്ധാരണ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായ ഒരു എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയോ തർക്കങ്ങൾ നിങ്ങൾ തമ്മിൽ മുൻപുണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ ഒരു വ്യക്തി, അതായത് പൂർണ്ണമായിട്ടും എന്തൊക്കെയോ ഒരു വ്യക്തത ഈ വ്യക്തിക്ക് ലഭിച്ചില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഒരു തെറ്റിദ്ധാരണ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായ ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തോ ഒരു തെറ്റിദ്ധാരണ നിങ്ങളെക്കുറിച്ച് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ചിന്തകളിൽ ഈ ഒരു സമയത്ത് നിങ്ങളുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഡബിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ ഇപ്പോഴും നിങ്ങളുണ്ട്. പക്ഷേ ഇത് നമുക്കിവിടെ ഇത് മനസ്സിലാക്കി തരുന്നതെന്ന് വെച്ചാൽ നിങ്ങളോട് ഇപ്പോൾ ഇവർക്കൊരു അട്രാക്ഷൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സോൾ ലെവൽ ലവ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ഒരു അട്രാക്ഷൻ ആണ് ഇവർക്ക് ഇപ്പോൾ ഈ ഒരു എനർജി, ഇപ്പോഴത്തെ എനർജിയിൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ചിന്തകളിൽ ഈ ഒരു സമയത്ത് നിങ്ങളുണ്ടോ. എയ്റ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് കിട്ടുന്നത്. ഇവിടെ ഈ ഒരു സമയത്ത് അവർ കൂടുതലും ഇവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നല്ല രീതിയിൽ കരിയറിൽ നല്ലൊരു രീതിയിലൊരു വളർച്ച, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ച് ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ളതൊരു ഇപ്പോഴത്തെ എനർജിയിൽ നമുക്ക് കിട്ടുന്നത് ഒരു ആത്മാർത്ഥമായ ഒരു സ്നേഹം ഇപ്പോഴത്തെ എനർജിയിൽ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് നോക്കാം, ഈ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻ, മുൻപുണ്ടായിരുന്ന റിലേഷൻ ഒരു കാർമിക് ആയിട്ടുള്ള ഒരു റിലേഷനായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു എൻഡാണ് കാണിക്കുന്നത്. അതായത് ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയ ഒരു എനർജി കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ എനർജിയിൽ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങൾക്ക് അരികിലോട്ട് തിരിച്ചു വന്നാലും നിങ്ങളൊന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് കുറച്ച് നല്ലതായിരിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ചിന്തകളിൽ ഈ ഒരു സമയത്ത് നിങ്ങളുണ്ടോ എന്നുള്ളത്. നമുക്കിവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഫൂൾ ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തി ഒരു പുതിയ തുടക്കം അവർ കുറിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ ജീവിതത്തിലെ ഒരു കാര്യം അത് അവസാനിപ്പിച്ച് അവർ ഒരു പുതിയ തുടക്കം, അതാണ് നമുക്കിവിടെ ഒരു ന്യൂ ബിഗിനിങ് കാണിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തി അതായത് ആദ്യം നിങ്ങളിൽ നിന്നും അകന്ന സമയത്ത് വളരെയധികം വേദന അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഇവർ പതുക്കെ പതുക്കെ നടന്നകന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ
വേദനകൾക്ക് ശേഷം എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ചിന്തകളിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉണ്ടോ എന്നുള്ളത്. വീണ്ടും നമുക്കിവിടെ 10 ഓഫ് സോർട്സിന്റെ എനർജിയാണ് കിട്ടുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു വേദനാകരമായ എന്തോ ഒരു വലിയൊരു കാര്യം നിങ്ങൾ തമ്മിൽ സംഭവിച്ച ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു വ്യക്തി വീണ്ടും ഉയർത്തെഴുന്നേറ്റതായിട്ടാണ് കാണിക്കുന്നത്. അതായത് മുൻപ് നിങ്ങൾ കണ്ട വ്യക്തിയല്ല ഈ ഒരു സമയത്തുള്ള വ്യക്തി, പക്ഷെ അവർ നിങ്ങളെ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഓർക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു സോൾ ലെവൽ ലവ് ആയിട്ടല്ല കാണിക്കുന്നത്. അത് അവർക്ക് ഒരു അട്രാക്ഷൻ ചില സമയത്ത് നിങ്ങളോട് ഉണ്ടാകുന്നു. ആ ഒരു സമയത്ത് അവർ അത് ഓർക്കുന്നു. അത്ര മാത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനിയും ഈ ഒരു വ്യക്തി എന്ത് ചിന്തിക്കുന്നു, ഇവർ എന്ത് ചിന്തിക്കുന്നു, ഇവർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് തൽക്കാലം നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ ഇന്നത്തെ റീഡിങ്ങിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങളുണ്ട്, പക്ഷെ ആ ഒരു ചിന്തകളിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം ഈ ഒരു എനർജിയിൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.